ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 1948 നമ്മൾ എത്തുമ്പോൾ അതിനുള്ളിലുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ 48 മാർച്ച് മാസം 10-ാം തീയതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുമ്പോൾ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ കണിയാന്മാരൊക്കെ തന്നെ അവർ രാഷ്ട്രീയപ്പലക നിരത്തിയിട്ട് അവർ പറഞ്ഞത് ഈ കൊടി, ഈ തൈമരം ഇവിടെ വേരോടില്ല എന്നുള്ളതാണ്. ഇതുണ്ടാക്കിയതുപോലെ പിരിച്ചുവിടേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ 75ന്റെ നിറവിൽ 75 കഴിഞ്ഞിട്ടും ഈ കൊടിക്കോ അല്ലെങ്കിൽ അന്ന് വിളിച്ച മുദ്രാവാക്യത്തിനോ അന്ന് വിളിച്ച പേരിനോ ഒരു മാറ്റവുമില്ലാതെ അപങ്കുരം ഇതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൈതമില്ലത്തിനോട് അന്ന് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഇങ്ങനെ എന്തിനാ ഒരു രാഷ്ട്രീയ പാർട്ടി? നിങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, നിങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടാകുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ ഞങ്ങളത് പാസ്സാക്കി തരില്ലേ എന്ന് ചോദിച്ചപ്പോൾ 2 മിനിറ്റ് മിണ്ടാതിരുന്നു കൊണ്ട് ജവഹർലാൽ നെഹ്റു ചോദിച്ചൊരു ചോദ്യമുണ്ട്. താങ്കളെപ്പോലെയുള്ള പ്രധാനമന്ത്രിമാർ എന്നും ഇന്ത്യ രാജ്യത്തുണ്ടാകുമെന്ന് ഇതുപോലെ ഒരു വെള്ളക്കടലാസിൽ എഴുതി തരാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം എന്താ നമ്മളുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ഇന്ത്യക്കൊരു പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും നിലനിന്നു പോകുന്നത് രണ്ട് വിലപിടിച്ച 2 മൂല്യങ്ങൾ കൊണ്ടാണ്: ജനാധിപത്യവും മതേതരത്വവും. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കാറ്റിൽ പറത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഒരു ഗവൺമെന്റ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് എഴുതിയും വെട്ടിയും തിരുത്തിയും ഒക്കെ പ്രഗത്ഭരായ നേതാക്കൾ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കി. അവസാനം അതിന്റെ പണി പൂർത്തിയായിട്ട് അതിന്റെ ആമുഖം വായിച്ചു കൊടുക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. ആ ആമുഖം വായിക്കുന്ന സമയത്ത് അതിലെഴുതിയ ഒരു വാക്കുണ്ട്: ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും, ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാൻ, ആ മതത്തിൽ വിശ്വസിക്കുവാൻ, ആ മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പോരാ, അതിലൊരു മാറ്റം കൂടി വരുത്തണം എന്നുള്ളത്. എന്നിട്ട് അതിൽ പറഞ്ഞത് മതമില്ലാത്തവനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. മതമുള്ളവന് മാത്രമല്ല, മതമില്ലാത്തവനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്നുള്ള. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായിട്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു മുന്നേറാൻ ഈ ഭരണഘടന കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇവരുദ്ദേശിച്ചതുപോലെ ഇവർക്ക് രാജ്യത്ത് ഭരണം നടത്താൻ കഴിയില്ല എന്നുള്ളത് വന്നപ്പോൾ അതിന് വിഘ്നം സൃഷ്ടിക്കുന്നത് ഈ ഭരണഘടനയാണ് എന്നുള്ളത് കൊണ്ട് ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് പാടിയും പ്രസംഗിച്ചും നടക്കുക. ഇന്ത്യൻ പാർലമെന്റിലൊക്കെ അപ്പൻ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഓരോ കരി നിയമങ്ങളും ഇവർ കൊണ്ടുവരുന്നത്. ലീഗിൽ നിന്നിട്ട് എന്താ കാര്യം, ലീഗ് കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോട് ലീഗ് ഉണ്ടായിട്ട് നമ്മളുടെ നാട്ടിലുണ്ടായ നേട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് അല്ലാത്ത ആളുകൾ നമ്മളുടെ നാട്ടിൽ വരുമ്പോഴുണ്ടായ പ്രയാസത്തെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. നമ്മളുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വിദേശികളെന്നും സ്വദേശികളെന്നും മുദ്ര കുത്തിയിട്ട് നമ്മളെ 2ആയി വിഭജിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ആദ്യമായി നമ്മൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. ഇവിടെ NRCയും NPRും കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തെ മോശമാക്കി കാണുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ 2 തട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുക. ആ സമയത്ത് ആദ്യമായിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഒരു കൊടി പിടിക്കാനോ ഒരു ജാഥക്ക് പോകാനോ ഇന്നലെ വരെ പോയിട്ടില്ലാത്ത നമ്മളൊക്കെ NRCയുടെയും NPRന്റെയും പേരിൽ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വന്നു, നമ്മൾ സമരം ചെയ്യേണ്ടി വന്നു, അറസ്റ്റ് വരിക്കേണ്ടി വന്നു. എന്തിനൊക്കെ നമ്മൾ സാക്ഷിയായി. എന്തായിരുന്നു നമ്മളുടെ നാട്ടിലെ സ്ഥിതി? എന്നിട്ട് അങ്ങനെയുള്ള ആ സ്ഥിതിയിൽ നിന്ന് ഈ കാണുന്ന തരത്തിലേക്ക് നമ്മളുടെ നാടിനെ എത്തിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായശാലകളും എയർപോർട്ടുകളും സീപോർട്ടുകളും ഒക്കെ വന്നപ്പോൾ അതൊക്കെ കുത്തക മുതലാളിമാർക്ക് തീരെ എഴുതി കൊടുക്കുക. ഇപ്പോൾ അദാനിമാർക്കും അംബാനിമാർക്കും ഒക്കെ എഴുതി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയുടെ കൂടെ നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ഇന്ത്യ രാജ്യം എത്തി. എന്തായിരുന്നു നമ്മളുടെ സ്ഥിതി? പട്ടിണിപ്പാവങ്ങളായ കുറെ ആളുകൾ,
അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾ, എഴുത്തും വായനയും അറിയാത്ത ആളുകൾ, ഓത്തുപള്ളിയിലേക്ക് ഓത്തുപലകയും കയ്യിൽ പിടിച്ച് മദ്രസയിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ മൊല്ലാക്ക ചൊല്ലിക്കൊടുക്കുന്ന വാക്യങ്ങൾ വേദവാക്യങ്ങളായി കരുതി പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. അവിടുന്ന് മാറിയിട്ടാണ് ഇന്ന് നമ്മളുടെ കുട്ടികൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ വേട്ടയാടി പിടിക്കുന്നിടത്തേക്ക് നമ്മളുടെ കുട്ടികളെത്തി. ഫർഹവി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫർഹയെ പോലെയുള്ള കുട്ടികൾ അവരുടെ നാട്ടിലെ എടക്കരയിലെ തസ്ലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നട്ടപ്പാതിര നേരത്ത് വീട്ടിന്റെ ഉമ്മറത്തിറങ്ങി ആകാശത്തേക്ക് കണ്ണുപായിക്കുമ്പം നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നീല നക്ഷത്രത്തെ കണ്ടെത്തി അതിന് സിൽക്കോണിയം എന്ന് പേരിട്ട് ഇന്ന് അതിവിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക തസ്ലീം എന്ന് പറയുന്ന പെൺകുട്ടി. അവിടേക്ക് എത്തി നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതി എന്ന് ആലോചിച്ച് നോക്കിയാൽ ആരുണ്ടാക്കിയെടുത്ത മാറ്റം. അതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് നമ്മൾ പറയേണ്ടി വരിക. CH മുഹമ്മദ് കോയ സാഹിബിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ നമ്മൾക്കുണ്ടാക്കി തന്ന നേട്ടങ്ങളാണ് ഈ വിദ്യാഭ്യാസപരമായ പുരോഗതി എന്ന് പറയുന്നത്. എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി കഴിയേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും പഠിക്കണം, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു തന്നതാ. അങ്ങനെ സ്ഥാപിച്ചു തന്ന സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നമ്മളുടെ കുട്ടികൾ പോകാനില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് സീറ്റിന് മത്സരമാണ് നമ്മളുടെ നാട്ടിൽ. സ്കൂളുകളിൽ കോളേജുകളിൽ സീറ്റ് കിട്ടാൻ നമ്മൾ മത്സരിക്കുക. അവിടേക്ക് എത്തി ലീഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ കാണുന്ന രൂപത്തിലുള്ള പുരോഗതികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ പലരും അവരുടെ അക്കൗണ്ടിലേക്ക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇന്ത്യ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? എന്താ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം 4 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. ഇവിടെ ഒരു 2 ആഴ്ച മുമ്പ്, ഒരു 1.5 ആഴ്ചക്ക് മുമ്പ് ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ, ഇന്ത്യ രാജ്യത്തെ ബാലാവകാശ കമ്മീഷൻ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്ക്, ആ സംസ്ഥാന സർക്കാരിലെ ചീഫ് സെക്രട്ടറിമാർക്ക് ഒരു കത്ത് എഴുതിയിരിക്കുക. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കും, അത് കേരളത്തിനടക്കം കത്തെഴുതിയിരിക്കുക. കത്തിൽ പറഞ്ഞത് എന്താ? ഇവിടുത്തെ മദ്രസ ബോർഡ് പിരിച്ചുവിടണം. മദ്രസ ബോർഡ് പിരിച്ചുവിടണം എന്നുള്ളത് മാത്രമല്ല, മദ്രസകൾ അടച്ചുപൂട്ടണം. കാരണം അവർ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് വിഘ്നം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസം നമ്മളുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതിന് മദ്രസ തടസ്സമാണ്. അതുകൊണ്ട് മദ്രസകൾ അടച്ചുപൂട്ടണം എന്നുള്ളത് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. ഇവിടുത്തെ മദ്രസകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്, സ്കൂൾ വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല എന്ന് പറഞ്ഞു. ആ ഓർഡർ സ്റ്റേ ചെയ്തിരിക്കുക. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന മറ്റൊരു വിധി നമ്മളുടെ മുമ്പിലുണ്ട്. ഈ സുപ്രീം കോടതിയിൽ നമ്മൾ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥർ ആ ഡൽഹിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും കുടിലുകളും വീടുകളും മുഴുവനും അവര് ബുൾഡോസർ കൊണ്ടുവന്ന് അവര് നിരത്തുകയാണ്. ഡൽഹി വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിലുണ്ടായിരുന്നു ഡൽഹിയിലെ സിൽഖാന എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു വക്കീൽ ഹസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ വക്കീൽ ഹസനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ മഴയുടെ സമയത്ത് ഒരു 40ഓളം ആളുകൾ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ പെട്ടു. ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ 40ഓളം ആളുകൾ പെട്ടിട്ട് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് ഗവൺമെന്റും അതുപോലെ തന്നെ എല്ലാ അതോറിറ്റിയും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ഒരു നിലക്കും ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മണ്ണ് നീക്കാൻ ഒഴുകുമ്പോൾ മഴയുടെ ആധിക്യം കൊണ്ട് മണ്ണ് ഈ തുരങ്കത്തിന്റെ മുഖത്തേക്ക് വീഴുകയാണ്. ഇവർക്ക് ശ്വാസം കിട്ടാതെ മരിക്കും. അവസാനം ഗവൺമെന്റ് ഒരു തീരുമാനത്തിലെത്തി മഴ മാറട്ടെ എന്നുള്ളത്. അവർക്ക് ആകെ കിട്ടുന്നത് ആ തുരങ്കത്തിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ദ്വാരത്തിലൂടെ അവർക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ. ആ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തുള്ള ആ ചെറിയ ദ്വാരത്തിലൂടെ കിട്ടുന്ന വായു ഒഴിച്ച് മറ്റൊന്നും അവർക്ക് കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും 10-40 ആളുകൾ നമ്മളുടെ നാട്ടിൽ മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വക്കീൽ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും കൊണ്ടുപോകുന്നത്. അവരുടെ കൂട്ടുകാരനെയും കൊണ്ട് അവർ പോയിട്ട് അവർ ചെയ്യുന്നത് എലി തുരങ്കമുണ്ടാക്കുന്നത് പോലെ, മാളമുണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ മണ്ണ് കൊഴിയാതെ മാളമുണ്ടാക്കി കടന്നു ചെന്ന് ഈ 10-41 ആളുകളെ രക്ഷപ്പെടുത്തുക. ഈ ആളുകളെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാവരും പരാജയപ്പെട്ടെടുത്ത്
ഈ ഇന്ത്യ രാജ്യത്തിലെ 140 കോടി ജനങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഇവരൊന്ന് രക്ഷപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുട്ടിയെയും കൊണ്ട് അങ്ങാടിയിലേക്ക് പോയ സമയത്ത് തൻ്റെ മകളും മകനും ഉണ്ട് വീട്ടിൽ. ഒരാൾ +1 പഠിക്കാം, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കാം. +2 പഠിക്കുന്ന പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയുമുണ്ട്. വക്കീൽ ഹസന് ഫോൺ ചെയ്യുക. എന്നിട്ട് ഫോൺ ചെയ്തിട്ട് അവർ ചോദിക്കുന്നത്, അവർ പറയുന്നത്, തൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറയുന്നത്, നമ്മളുടെ വീട്ടിലേക്ക് ഒരു പറ്റം ആളുകൾ വന്നിട്ടുണ്ട്, അവർ വീട്ടിൻ്റെ വാതിൽ തുറക്കാൻ പറയുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു എന്നുള്ളത്. വക്കീൽ ഹസൻ ചോദിച്ചു, അത് യൂണിഫോമിലാണോ വന്നത്? അല്ല എന്ന് പറഞ്ഞു. എന്നാൽ വാതിൽ തുറക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ വാതിൽ തുറക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നതിൻ്റെ മുമ്പ് അവർ പറയാണ്, നമ്മളുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നതാ കണ്ടത്. എന്നിട്ട് ഈ 2 കുട്ടികളെയും പുറത്തേക്ക് ഇറക്കുക. അവർ പറയുന്നത്, ആ വണ്ടിയിലേക്ക് കയറുമ്പം ഞങ്ങളുടെ അബ്ബയും അമ്മയും വരട്ടെ, ഞങ്ങളുടെ അബ്ബയും അമ്മയും വന്നിട്ട് ഞങ്ങൾ പോരാമെന്ന് പറയുമ്പം ഇവർ കൂട്ടാക്കിയില്ല. വണ്ടിയിലേക്ക് വലിച്ചു കയറ്റുമ്പം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വെച്ച ഭക്ഷണമുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ, ഞങ്ങളുടെ പാഠപുസ്തകമുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ, 2 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ്, ഞങ്ങളുടെ പാഠപുസ്തകം എടുക്കട്ടെ, ഞങ്ങൾക്കുള്ള ഭക്ഷണം, വിളമ്പി വെച്ച ഭക്ഷണം ഞങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതിനുകൂടി സമ്മതിക്കാതെ അവരുടെ അബ്ബയും അമ്മയും വരുന്നത് വരെ കാത്തു നിൽക്കാനില്ലാതെ അവരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുക. മിനിറ്റുകൾക്കകം ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കിനും ആ ബുൾഡോസർ വെച്ച് JCB കൊണ്ട് വീട് തച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് എന്നുള്ളത്. ഇന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുക. ആരുടെയൊക്കെ വീടാണോ ഇതുപോലെ ഈ BJPയുടെ ആളുകൾ പൊളിച്ചു മാറ്റിയത്, അവർക്കൊക്കെ തന്നെ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി. എന്ത് ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്യുന്നത്! ആരെയാണ് ഇവർ ഒഴിവാക്കുന്നത്? ഒരാളെയും ഒഴിവാക്കുന്നില്ല. ന്യൂനപക്ഷ വിഭാഗത്തെ ഒന്നടങ്കം ഇവർ ക്രൂശിച്ചു കൊണ്ടിരിക്കുക. ആരിൽ നിന്നാണ് നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടത്? ഈ BJP ഗവൺമെന്റിൽ നിന്നോ? ഇതിന്റെ മുമ്പ് നമ്മൾക്കറിയാം, കത്വയിലെ പാവപ്പെട്ട പെൺകുട്ടിയുടെ, ഉന്നോവയിലെ പെൺകുട്ടികളുടെയൊക്കെ സ്ഥിതി നമ്മൾക്കറിയാം. കത്വയിലെ പാവപ്പെട്ട പെൺകുട്ടി, അവളുടെ കുടുംബക്കാരെന്ന് പറയുന്നത് നാടോടികളായ ആളുകളാണ്. ആ നാടോടികളായ ആളുകൾ എവിടെയൊക്കെ വെള്ളം കാണുന്നോ, എവിടെയൊക്കെ പുല്ല് കാണുന്നോ, അവിടെ അവരുടെ കുതിരക്കുട്ടികളെയും അവരുടെ ആടുമാടുകളെയും മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വെള്ളവും പുല്ലും കാണുന്നിടത്ത് അവർ തമ്പ് കെട്ടി അവിടെ ടെന്റ് കെട്ടി താമസിക്കുന്ന ആളുകൾ. അവിടെയാണ് 8 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടി തൻ്റെ കുതിരക്കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വൈകുന്നേരത്ത് പെട്ടെന്ന് കുതിരക്കുട്ടിയെ കാണാതായി. അവൾ കുതിരക്കുട്ടിയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു പറ്റം കാപ്പാലികർ, ചെറിയ ആരെങ്കിലും അല്ല, ഏതെങ്കിലും അക്രമി സംഘമല്ല, ഇവരുടെ എണ്ണം പറഞ്ഞ പേര് പറയാൻ നമ്മൾക്കറിയുന്ന തരത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ഉയർന്ന BJPയുടെ നേതാക്കളും ഒക്കെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി 8 ദിവസം അതിക്രൂരമായി പീഡിപ്പിക്കുക. 8ാമത്തെ ദിവസം ആ കുട്ടിയുടെ ഉമ്മ പറയുന്നത്, ആ കുട്ടിയുടെ ഉപ്പ പറയുന്നത്, അവരുടെ കുടുംബക്കാർ പറയുന്നത്, ആ കുതിരക്കുട്ടി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ഞങ്ങൾ അവിടെയൊക്കെ അന്വേഷിക്കാം, ഞങ്ങളുടെ മകളില്ലാതെ കുതിരക്കുട്ടി വരില്ല, ആ കുതിരക്കുട്ടി കാണാതെ അവൾ എവിടെയെങ്കിലും അലഞ്ഞു നടക്കുന്നുണ്ടാകും എന്നുള്ള നിലക്ക് അവിടെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടും ഞങ്ങളുടെ കുട്ടിയെ കണ്ടെത്താനായില്ല. 8 ദിവസം കഴിഞ്ഞപ്പം ആ കുട്ടിയെ കാണുന്നത് തൊട്ടടുത്ത ഓവുചാലിൽ മരിച്ചു കിടക്കുന്നത് കാണുക. മരിച്ചു കഴിഞ്ഞിട്ട് പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ചോരയിൽ കുതിർന്ന മയ്യത്ത് കയ്യിലേന്തിയിട്ട് അവരുടെ പിതാവ് അവർ താമസിക്കുന്നിടത്തൊക്കെ മറവ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ കാണാൻ കഴിയുന്നത്, അവിടെ മറവ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു പറ്റം ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ മറവ് ചെയ്യാൻ പാടില്ല, ആ കുട്ടിയുടെ മയ്യത്തും കൊണ്ട് പോവുക, ആംബുലൻസിലല്ല, വണ്ടിയിലല്ല, ആ ചോരയിൽ കുതിർന്ന മയ്യത്തും കയ്യിലേന്തിക്കൊണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പാറക്കെട്ടിന്റെ അടുക്കലേക്ക് പോയി അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പാറക്കെട്ടിന്റെ ഉള്ളിൽ ഈ പെൺകുട്ടിയുടെ ശരീരം മറവ് ചെയ്യുക. പിന്നെ ഒരു നിമിഷം പോലും അവരവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. നമ്മളുടെ കുട്ടികളുടെ കബറ്, ആ കബറിൽ സിയാറത്ത് ചെയ്യണ്ടേ, അവിടെ പോയി പ്രാർത്ഥിക്കണ്ടേ, അതിനുപോലും ഒരു അവസരം നൽകാതെ അവരെ മുഴുവനും അവിടെ നിന്ന് അട്ടിപ്പായിക്കാം. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു പെണ്ണ് 6 മാസം മുമ്പ് TV-യിൽ പ്രത്യക്ഷപ്പെട്ടു. ചാനലുകൾക്ക് മുമ്പിൽ വന്ന് നിറ കണ്ണുകളോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലപ്പോഴും അവരുടെ ശബ്ദം ഇടറിയത് നമ്മൾ കണ്ടു. ഈ ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന പെണ്ണ്, അവർ പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള 10-12 ആളുകളെ ഒന്നിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലപാതകികളായ ആ പ്രതികളെ സാഹചര്യ തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്ന സമയത്ത് നിയമ പോരാട്ടത്തിനിറങ്ങിയ ബിൽക്കീസ് ബാനുവിന്റെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. അവിടെ നടന്ന കൂട്ടക്കൊലയിൽ
അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇവരിൽ നിന്ന് നമ്മൾക്ക് നീതി കിട്ടില്ല എന്നുള്ളതിനുള്ള ഉദാഹരണം പറഞ്ഞതാ. നമ്മൾ കണ്ടത് ബിൽക്കീസ് ബാനു പറയുന്നത്, അവിടെ കലാപം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രക്കിൽ കയറി, ഞങ്ങളുടെ കുടുംബങ്ങൾ 18 ആളുകൾ ഒരു ട്രക്കിൽ കയറി യാത്ര തിരിക്കാം. ആ ട്രക്കിൽ കയറി ഞങ്ങൾ യാത്ര തിരിച്ച് അതിർത്തി കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു പറ്റം ആളുകൾ വന്ന് തടഞ്ഞു നിർത്തുന്നത്. 60 കഴിഞ്ഞ ഉമ്മയെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച്, മക്കളുടെ മുമ്പിൽ വെച്ച് 60 കഴിഞ്ഞ ഉമ്മയെ ട്രക്കിൽ നിന്ന് ആദ്യം പിടിച്ചിറക്കി ക്രൂരമായി പീഡിപ്പിച്ച ആ ഉമ്മയെ കൊലപ്പെടുത്തുക. മക്കൾ നോക്കി നിൽക്കുക ഉമ്മയെ കൊലപ്പെടുത്തുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരെ അടക്കം 12 ആളുകൾ അവിടെ മരിച്ചു വീഴുക. ബാക്കി 18 ആളുകളിൽ 6 ആളിൽ ഞാൻ മാത്രം ബാക്കിയുണ്ട്. ബാക്കി 5 ആൾ എവിടെ എന്ന് ഇന്നും അറിയില്ല. എന്നിട്ട് ആ പെണ്ണ് പറയാ, ഞാൻ 5 മാസം ഗർഭിണിയാണ്. 3 വയസ്സ് പ്രായമായൊരു കുട്ടി ഞങ്ങളുടെ കൂടെയുണ്ട്. 3 വയസ്സ് പ്രായമായ എൻ്റെ കുട്ടിയുണ്ട്. ഞാൻ 5 മാസം ഗർഭിണിയാണ്. എൻ്റെ അടുക്കിലേക്ക് അവരിങ്ങനെ വരുമ്പം കുട്ടിയെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അവരിൽ നിന്ന് മാറി തെന്നി പോകുന്ന സമയത്ത് അവർ ഓടി വന്ന് എൻ്റെ മാറത്ത് നിന്ന് എൻ്റെ കുട്ടിയെ പിടിച്ചു പറിക്കാം. എൻ്റെ മാറത്ത് നിന്ന് എൻ്റെ കുട്ടിയെ പിടിച്ചു വാങ്ങിയിട്ട് 2 കാലും തൂക്കിപ്പിടിച്ച് ആ നടു റോട്ടിൽ തല വെച്ചിടിക്കുക. തലച്ചോറ് ചിഞ്ഞി ചിതറുന്ന സമയത്ത് ഞാൻ എൻ്റെ ബോധം മറയുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അത്രയും ക്രൂരമായിട്ട് എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ കുട്ടിയെ കൊലപ്പെടുത്തുക. ഏത് പെറ്റ ഉമ്മക്ക സഹിക്ക സഹോദരിമാരെ? എന്നിട്ട് അവർക്ക് മതി വരാതെ അവിടെ വെച്ച് 5 മാസം ഗർഭിണിയായ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുക. രക്തം തളം കെട്ടി നിൽക്കുക, രക്തം വാർന്നൊഴുകുക. എൻ്റെ ഗർഭമടക്കം അബോർഷനായി. എനിക്ക് ബോധം പോയി. രക്തത്തിൽ കുതിർന്ന അബോധാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് കരുതി എൻ്റെ നെഞ്ചത്തുകൂടി ചവിട്ടിയിട്ട് അവര് ഇറങ്ങിപ്പോവുക. മണിക്കൂറുകൾ കഴിഞ്ഞ് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു തുണിയുടെ കഷ്ണമില്ല. എൻ്റെ നാണം മറക്കാൻ എനിക്കൊരു തുണി കിട്ടണം. 4 ഭാഗത്തും നോക്കി, ഒരു തുണി കഷ്ണം കാണാനില്ല. ഞാൻ അവിടെ നിന്ന് ആ രക്തത്തിൽ കുളിർന്ന് കിടക്കുന്ന ഞാൻ അവിടെ നിന്ന് വേച്ചെണീറ്റു. ഞാൻ നോക്കുമ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട്. അതിവിദൂരത്തേക്ക് നോക്കുമ്പം അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, ഒരു വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചം ലക്ഷ്യമാക്കിയിട്ട് ഞാനിങ്ങനെ നടന്നു പോയപ്പം അവിടെ ഒരു ചെറിയ കുടില് കണ്ടു. ആ കുടിലിലേക്ക് ചെന്നപ്പം അതൊരു ആദിവാസി കുടിലായിരുന്നു. ആ ആദിവാസി കുടിലിലെ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് നാണം മറക്കാൻ ഒരു തുണി തരുമോ എന്ന് ചോദിച്ചു. അവൾ അകത്ത് പോയിട്ട് അവളുടെ ഒരു ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നു. അത് ധരിച്ചിട്ടാ ഞാൻ ആശുപത്രിയിലേക്ക് പോയത്. ആ ജീവിക്കുന്ന ദൃക്സാക്ഷിയായ ഞാൻ ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് നീതി ലഭ്യമാകുന്നത്, ഇവരെ വെറുതെ വിടുന്നത്. ഈ ഇരകളായ ഞങ്ങൾക്ക് നീതി എവിടെ എന്ന് ചോദിക്കുന്ന ബിൽക്കീസ് ബാനു നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരിൽ നിന്ന് എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ഇപ്പം ഇത്തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് മുമ്പിൽ നമ്മൾക്കൊന്നും പറയാൻ കഴിയാത്ത വലിയൊരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുക. അന്നാണ് ഗുൽബർഗ് കൂട്ടക്കൊല നടന്നത്. 60ഓളം വരുന്ന ആളുകളെ, ഒരു ഗുൽബർഗ് സൊസൈറ്റിയിൽ 60ഓളം വരുന്ന ആളുകളെ കൂട്ടക്കൊല നടത്തിയത്. അതിൽ ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിലെ MP ഉണ്ടായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ സാക്കിയ ജിഫ്രി പറയുന്നത്, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് അഭയം തേടി വന്ന ആളുകളെ രക്ഷിക്കണം എന്ന് പറയാൻ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതാ. ആ ഇഹ്സാൻ ജിഫ്രിയെയാണ് 2 കൈയും കാലും വെട്ടി, കഴുത്ത് വെട്ടിയിട്ട് അവിടെ ഇട്ട് പിടഞ്ഞു മരിച്ചത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച. 60 ആളുകൾ മരിച്ചു കിടക്കുന്നിടത്തേക്ക് വൈകുന്നേരത്ത് വീണ്ടും അക്രമികൾ കടന്നു വന്ന് കയ്യിൽ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ ക്യാനുമായിട്ട്, പെട്രോളിന്റെ ക്യാനുമായി വന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഗ്യാസ് തുറന്നു വിട്ട് പെട്രോൾ ഒഴിച്ച് ആ മയ്യത്തുകൾ മുഴുവനും അവർ കത്തിച്ച് ചാമ്പലാക്കുക. ഈ ആളുകളിൽ നിന്ന് ഈ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായ നമ്മൾക്ക് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ഈ പറയപ്പെട്ട ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തെളിയിച്ചതാ. ഇതാ നമ്മളുടെ നാടിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കാം, കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പം എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആർക്കാ രക്ഷയുള്ളത് നമ്മളുടെ മുമ്പിൽ? നമ്മൾ ആരെയെങ്കിലും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ വന്ന വഴി മറന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നമ്മളെ പാടെ വിസ്മരിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളുടെ മുമ്പിലേക്ക് ഒരു എല്ലിൻ കഷ്ണം ഇട്ടു തന്നാൽ അതിൻ്റെ പിന്നാലെ പോയി ഈ പാർട്ടിയെ മറക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരള സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് എന്താ നമ്മൾക്ക് നേടാൻ കഴിയുന്നത്? ഇവിടെ
അവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നത് പോലെ തന്നെ ഇവിടെ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രയാസങ്ങൾ എന്താ, അവർ കാണിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ എന്താ? ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടു, ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നു. തൊട്ടടുത്ത ഈ വടകരയിൽ നിന്ന് കുറച്ചു പോയാൽ കണ്ണൂരെത്തി. കണ്ണൂരിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ എന്ന് പറയുന്ന PP ദിവ്യ എന്ന് പറയുന്ന പെണ്ണ്, അവിടുത്തെ നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കലക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ADM ആണ്. അവിടുത്തെ കണ്ണൂരിലെ ADM നവീൻ ബാബു എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, സ്ഥലം മാറ്റം കിട്ടി, സ്വന്തം നാട്ടിലേക്ക് പോവുക, യാത്രയപ്പ് യോഗം ചേരുക. യാത്രയപ്പ് യോഗത്തിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? ഒരു യാത്രയപ്പ് യോഗത്തിൽ ഒരു ട്രാൻസ്ഫറായി യാത്രയപ്പ് പോകുമ്പം, അതുപോലെ തന്നെ അവർക്ക് അല്ലാത്ത രൂപത്തിൽ യാത്രയപ്പ് നൽകുമ്പം, നമ്മൾ റിട്ടയർമെന്റിന്റെ യാത്രയപ്പ് നൽകുമ്പം, ഒരാൾ മരിച്ചു കഴിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തുമ്പോഴൊക്കെ എത്ര വലിയ മോശക്കാരനാണെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ആ സമയത്തൊക്കെ നല്ലത് മാത്രം പറയും, അവരെ സന്തോഷിപ്പിച്ച് നമ്മൾ പറഞ്ഞയക്കും. ഈ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടർ വിളിച്ച യോഗത്തിലേക്ക് വിളിക്കാതെ കടന്നു വന്നിട്ട് ഒരു ADM-നെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് യോഗത്തിൽ വെച്ച് അയാളെ ഏറ്റവും വലിയ മോശക്കാരനാക്കുക. അയാൾ അഴിമതിക്കാരനാണ്, അയാൾ അത്രയും മോശക്കാരനാണ് എന്ന് പറയാം. അത്രയും മോശക്കാരനായി അയാളെ ചിത്രീകരിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൾ പറഞ്ഞത് 2 ദിവസം കഴിയട്ടെ കാണാം നിങ്ങൾക്ക് എന്നുള്ളതാ. പിറ്റേ ദിവസം മഞ്ജുഷ എന്ന് പറയുന്ന അവരുടെ പ്രിയപ്പെട്ട ഭാര്യ, 2 പെൺമക്കളുണ്ട്. ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഭാര്യ തഹസീൽദാറാ. അവരും അവരുടെ 2 പെൺമക്കളും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുക. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിന്നിട്ട് ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞിട്ടും ഇവരെത്തുന്നില്ല, ഇയാളെ കാണാനില്ല. ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പം വീട്ടിലേക്ക് വരുന്ന വാർത്ത ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിന്റെ പേരിലാ ആത്മഹത്യ? കൊന്നതാണോ കെട്ടിത്തൂക്കിയതാണോ ഒന്നും നമ്മൾക്കറിയില്ല. അത് തെളിയിക്കേണ്ടത് പോലീസാ. ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾക്കറിയാം. ഇവർ പറയാ 2 ദിവസം കഴിയട്ടെ. കോഴിക്കോട്ടുകാരല്ല 2 ദിവസം കഴിയട്ടെ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്കറിയില്ലേ TP ചന്ദ്രശേഖരന്റെ വധം, ഷുഹൈബിന്റെ വധം, ഷുക്കൂറിന്റെ വധം, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വധം. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ ഒരു പാഠമാണ്. അത്രമാത്രം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അക്രമ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുക. ഏതൊക്കെ തരത്തിൽ നമ്മളെ ഇല്ലാതാക്കാം എന്നുള്ളതാ 2 കൂട്ടരുടെയും ചിന്ത. ന്യൂനപക്ഷത്തിന് രക്ഷയില്ലാത്ത കാലഘട്ടം. അവിടെയാണ് മണിപ്പൂരിന്റെ മുമ്പിൽ നമ്മളെ മുസ്ലിങ്ങളെ മാത്രമല്ല, ക്രിസ്തീയ വിഭാഗം തിങ്ങി താമസിക്കുന്നിടത്ത് അവരുടെ ദേവാലയങ്ങൾ, അവരുടെ ചർച്ചുകൾ, 100ഓളം വരുന്ന ചർച്ചുകൾ ആ ചർച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നത്. കുട്ടികളടക്കം 100-ലധികം ആളുകൾ അവിടെ മരിച്ചു കിടക്കുക. എന്നിട്ടും അവർക്ക് മതി വരാതെ സ്ത്രീകളെ പരിപൂർണ്ണ നഗ്നരാക്കിയിട്ട് നടുറോട്ടിലൂടെ നടത്തിക്കൊണ്ടുപോവുക. 4 ദിവസം മുമ്പ് നമ്മൾ കേൾക്കുന്ന വാർത്ത, അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപികയെ ഒരു പറ്റം ആളുകൾ ക്രൂരമായി പീഡിപ്പിച്ച് അവരെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാ. ഇന്നലത്തെയും ഇന്നത്തെയും മിനിഞ്ഞാന്നത്തെയും പത്രങ്ങൾ എടുത്തു നോക്കുമ്പം നമ്മൾക്ക് മണിപ്പൂരിലെ പ്രയാസങ്ങളാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ആരാ രാജ്യം ഭരിക്കുന്നത്? ആരാ കേരളം ഭരിക്കുന്നത്? ഏത് കുട്ടികൾക്കാ രക്ഷയുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞു, എഴുത്തും വായനയും അറിയാത്ത, ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചത് എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക്, എനിക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് എൻ്റെ മക്കൾ എത്തിച്ചേരണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയക്കുക. അപ്പൊ നമ്മളുടെ നാട്ടിലെ സ്കൂളുകളിലേക്ക്, നമ്മളുടെ നാട്ടിലെ കോളേജുകളിലേക്ക് പറഞ്ഞയക്കാൻ പേടിയായിട്ട് അന്യ സംസ്ഥാനങ്ങളിലെ, അന്യ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു ഗതികേട്. ഏത് ഉമ്മക്ക 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് കൈയാണോ വളരുന്നത്, കാലാണോ വളരുന്നത് എന്ന് നോക്കി നമ്മൾ വളർത്തിയുണ്ടാക്കിയ കുട്ടികളെ നമ്മളുടെ മടിത്തട്ടിലിരുത്തി മാറിടത്തിലൂടെ ഒഴുകുന്ന മുലപ്പാൽ കൊടുത്ത് വളർത്തിയുണ്ടാക്കിയ കുട്ടികളെ നമ്മളുടെ കൺമുന്നിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കാൻ ഏത് അമ്മമാർക്ക്, ഏത് ഉമ്മമാർക്ക് താല്പര്യം ഉണ്ടാവുക? നമ്മൾ പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാ? അവര് വിജയം നേടട്ടെ, അവര് പഠിക്കട്ടെ, ഉന്നതികളിൽ എത്തട്ടെ, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കട്ടെ. ഇതാ നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു അമ്മ അവരുടെ പ്രിയപ്പെട്ട കുട്ടി സിദ്ധാർത്ഥ എന്ന് പറയുന്ന കുട്ടിയെ
വയനാട് വെറ്റിനറി കോളേജിലേക്ക് പറഞ്ഞയച്ചതാ. പൂക്കോട് തടാകമൊക്കെ നമ്മൾക്കറിയാം. പൂക്കോടുള്ള വയനാട്ടിലെ വെറ്റിനറി കോളേജിലേക്ക് പറഞ്ഞയച്ചതാ. ഇന്നും കണ്ണീരോടുകൂടി കഴിയുന്ന ഒരു അമ്മയുണ്ട്. 2 ദിവസം അവന്റെ ഫ്രണ്ട്സൊക്കെ കൂടി തിരുവനന്തപുരം കാണാൻ വന്നു. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. അവിടെ അന്തി ഉറങ്ങി. 2 ദിവസം അവരുടെ വണ്ടി ഉപയോഗിച്ച് അവിടെ മുഴുവനും കണ്ട് കറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പുറപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരിക. എറണാകുളത്തെത്തിയപ്പോൾ കുട്ടി അമ്മയോട് പറയാം, അമ്മേ, ഞാൻ സമർപ്പിക്കേണ്ട ഒരു പേപ്പറുണ്ട്, അത് കോളേജ് അധികൃതർക്ക് കൊടുക്കണം, ഞാൻ തന്നെ തിരിച്ചു പോകണം എന്നുള്ളത്. നിരന്തരം കൂട്ടുകാർ വിളിച്ച് തിരിച്ചു ചെല്ലാൻ വേണ്ടി ശല്യം ചെയ്യുമ്പം അമ്മയോട് അനുവാദം വാങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് വീണ്ടും കോഴിക്കോട്ടേക്ക് വന്ന് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ബസ് കയറി പോയതാ. നമ്മളൊക്കെ എത്തുന്ന സമയമായപ്പം അമ്മ വിളിക്കാം. ക്ഷീണിച്ച സ്വരത്തോടു കൂടി അമ്മയോട് പറയുന്നത്, അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നുള്ളതാ. കോളേജ് ഹോസ്റ്റലിൽ എത്തിയപ്പം തുടങ്ങിയതായി ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കാൻ. അങ്ങനെ മർദ്ദിച്ച് ഈ കുട്ടിക്ക് അവശനായപ്പോഴും അമ്മ വിളിക്കുമ്പോൾ അമ്മയുടെ ഫോൺ മാത്രം അറ്റൻഡ് ചെയ്ത് ഈ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുക. കയ്യിലേക്ക് കൊടുത്തിട്ട് കുട്ടിയോട് പറയുന്നത്, അവർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം പറയാൻ വേണ്ടി പറയാം. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പം തലവേദന കൊണ്ട് ക്ഷീണമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അമ്മ ഞാൻ ഉറങ്ങട്ടെ, രാവിലെ വിളിക്കാം. പിറ്റേന്ന് രാവിലെ വിളിക്കുമ്പോഴും ഈ നിസ്സഹായാവസ്ഥയാണ് കേൾക്കുന്നത്. ആ അമ്മ നമ്മൾ ചെന്നപ്പം ആ അമ്മ നമ്മളോട് പറയുന്നത്, ഞാൻ വിളിക്കുമ്പം എൻ്റെ കുട്ടി ഫോൺ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ കുട്ടിയെ ജീവനോടെ കിട്ടുമായിരുന്നു. എൻ്റെ കുട്ടി ഞാൻ വിളിക്കുന്ന ഫോൺ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ കോളേജ് അധികൃതരോട് എനിക്ക് ചോദിക്കാമായിരുന്നു, കോളേജ് അധികൃതരോട് എനിക്ക് പറയാമായിരുന്നു, എൻ്റെ കുട്ടി ഫോൺ എടുക്കുന്നില്ല, എന്തേ എന്നൊന്ന് പോയി നോക്കാൻ. അതിന് പോലുമുള്ളൊരു അവസരം തന്നില്ല. 3-ാമത്തെ ദിവസം കേൾക്കുന്ന വാർത്ത, ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതും ജനലിൻ്റെ അഴിയിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതും മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതുമാണ്. പോസ്റ്റ്മോർട്ടം കിട്ടിയപ്പം കിട്ടുന്ന റിപ്പോർട്ട് 3 ദിവസമായിട്ട് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. മാത്രമല്ല, ഈ കുട്ടിയുടെ വയറ്റിലുണ്ടായിരുന്നത് ഇവർ കൊടുത്ത മൂത്രം കുടിക്കാൻ കൊടുത്തതായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയാം. ഇതാ നമ്മളുടെ നാടിൻ്റെ സ്ഥിതി. വിലക്കയറ്റം കൊണ്ട് നമ്മൾ പൊറുതി മുട്ടുക. ഇന്നലെ സവാള വാങ്ങാൻ പോയപ്പം സവാളൻ്റെ വില എന്ന് പറയുന്നത് 1 കിലോക്ക് 90 രൂപയാണ്. ആലങ്കാരികമായി, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ ആലങ്കാരികമായി പറയുന്ന പദപ്രയോഗ. ഏത് സാധനത്തിനാണ് നമ്മളുടെ നാട്ടിൽ വിലയില്ലാത്തത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളുകളിൽ നിന്ന് ഇന്ന് സാധനങ്ങളുടെ വില കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുക. ഏത് സാധനത്തിനാണ് വിലയില്ലാത്തത്? എല്ലാറ്റിനും വില കൂടി. പക്ഷെ നമ്മളുടെ കൂലി ഇപ്പോഴും കൂടിയിട്ടില്ല. ഒരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഓട്ടോറിക്ഷൻ്റെ വില കൂടി, തക്കാളിക്ക് വില കൂടി, പച്ചക്കറിക്ക് വില കൂടി, അരിക്ക് വില കൂടി, നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടിക്കടക്കം നമ്മളുടെ നാട്ടിൽ വില കൂടി. ഉപ്പിന് മുളകിന് മണ്ണെണ്ണക്ക് അണ്ണാക്കോളം വില കയറി. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നട്ടപ്പാതിര നേരത്തും നട്ടുച്ച നേരത്തും പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നാരും കാണുന്നില്ല നമ്മളുടെ നാട്ടിൽ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ജീവിതം ദുസ്സഹമായതിൻ്റെ പേരിൽ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പേര് കേട്ട കേരളക്കരയിൽ നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിലെ 2 വൃദ്ധ ദമ്പതിമാർ, പ്രായമായ ഒരച്ഛനും അമ്മയും തങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുക ബോർഡ്, കിഡ്നി വിൽക്കാനുണ്ട് എന്നുള്ളത്. ഭക്ഷണത്തിന് വകയില്ലാതെ, മരുന്നിന് വകയില്ലാതെ, ജീവിക്കാൻ അവർക്ക് പാകമില്ലാത്തതിൻ്റെ പേരിൽ അവരെഴുതി വെച്ചിരിക്കുക കിഡ്നി വിൽക്കാനുണ്ട് എന്നുള്ളത്. ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഈ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് സ്വസ്ഥമായി സമാധാനമായി നമ്മളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിരുന്ന ഒരു സമയത്ത് നമുക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി തന്ന്, വിദ്യാഭ്യാസമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമായ പുരോഗതി ഉണ്ടാക്കി തന്ന്, ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കി തന്ന്, നമ്മളാക്കുന്നതിന് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനത്തെ നമ്മൾക്കുണ്ടാക്കി തന്നത്. MK ഹാജിയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ കായിദ മില്ലത്തിൻ്റെ ചരിത്രമുണ്ട്. നമ്മളുടെ ഒട്ടനവധി നേതാക്കളുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. അവരൊക്കെ അനുഭവിച്ച വേദനകൾ ഉണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പം അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ബസ് കയറാനില്ലാതെ, വണ്ടി കയറാനില്ലാതെ, ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ, ടെലിഫോൺ സൗകര്യങ്ങളില്ലാതെ അവരൊക്കെ വീട്ടിൽ നിന്നിറങ്ങി ഈ പ്രസ്ഥാനത്തെ നട്ടുവളർത്തുന്നതിന് വേണ്ടി ഗ്രാമാന്തരങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വീട്ടിലേക്ക് എത്തുമ്പം വീട്ടിലെ ആരെങ്കിലും മരിച്ചതറിയുന്നത് അവരവിടെ ചെല്ലുന്ന സമയത്താണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കി തന്നപ്പോൾ ഈ പാർട്ടിയെ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് നമ്മൾക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി തന്ന് നമ്മളെ കൂടെ നിർത്തിയ ഈ പാർട്ടിയെ ഏത് തരത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണോ
ആ ചേർത്ത് പിടിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ചോദിക്കുക ലീഗ് എന്താ ഇവിടെ ചെയ്തത് എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിക്കാനുള്ള കോളേജുകൾ ഉണ്ടാക്കി തന്നു. കോളേജിൽ പോയി നമ്മൾ പഠിച്ചു, നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾക്ക് സംവരണത്തിലൂടെ മുസ്ലിം സംവരണ കോട്ടയിൽ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു. ആ ജോലിയിൽ നിന്ന് 1-ാം തീയതി നമ്മൾക്ക് ശമ്പളം വാങ്ങി. പിന്നെ നമ്മൾ അങ്ങാടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന ചായക്കടയിൽ കയറി ചായ കുടിക്കുമ്പം നമ്മളുടെ ആളുകൾ പറയുന്നത് ലീഗ് കൊണ്ട് എന്താ കിട്ടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഫർഹ നമ്മളെ കാത്തിരിക്കാം. ഫർഹയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് എന്നുള്ളത് 100% എനിക്കറിയാം. നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തിക്കൊണ്ട്, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് വളരെ സവിസ്തരം അവർ വിശദീകരിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും ടച്ച് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ഇന്നത്തെ യുവസമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, നമ്മളവരെ ചേർത്ത് പിടിക്കേണ്ടതിനെക്കുറിച്ച്, നമ്മളുടെ കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ അവർ നിങ്ങളോട് വളരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ പറയും. അതുകൊണ്ട് അവരത് സമയം ഇനിയും കവർന്നെടുത്താൽ നിങ്ങൾക്ക് അതുകൂടി കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാവില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഈ പാർട്ടിയോടൊപ്പം നമ്മൾ നിൽക്കണം. ഈ പാർട്ടിയുടെ തണലിലെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളതൊക്കെ നിരർത്ഥകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ ജീവിക്കുമ്പോഴും നാളെ നമ്മൾക്ക് മരിച്ചു പോകുമ്പോഴും നമ്മൾക്ക് രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ സ്വീകരിച്ച നമ്മളുടെ മതം, ആ മതത്തിൽ വിശ്വസിക്കുവാനും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ നമ്മൾക്ക് കഴിയണം. നമ്മളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പം നട്ടലോടുകൂടി നിവർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് പാർട്ടിയെക്കുറിച്ച് പറയാൻ നമ്മൾക്ക് കഴിയണം. അത്തരത്തിൽ ഈ വേദി നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്നും താങ്ങും തണലുമായി നമ്മളുടെ ഈ പാർട്ടിക്കൊപ്പം നിലകൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട്, എന്നെ ഇതുവരെ ക്ഷമയോടുകൂടി കേട്ട എൻ്റെ നല്ലവരായ സഹോദരിമാരോട്, സഹോദരങ്ങളോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഹൃദയം തൊട്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.